മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിലായി നാം തിമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം ആസ്പദമാക്കി അധ്യക്ഷന്മാരുടെ യോഗ്യതകളെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് 1 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിഗളിച്ചിട്ട് പിശാചിനുമെന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ പുതിയ ശിക്ഷനും അരുത്. ഇവിടെ സഭാഭരണത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഭാഭരണം എന്നത് വളരെ ഗൗരവമുള്ളൊരു ജോലിയാണ്. ആത്മീയ പക്വത അതിന് അനിവാര്യമാണ്. പ്രായം കൂടിയവർക്കെല്ലാം പക്വത ഉണ്ടെന്ന് സ്ഥാപിക്കുകയല്ല, പിന്നെയോ എന്നാൽ അനുഭവജ്ഞാനത്തിൽ വളരെ വിലയുണ്ട്. പ്രായം കൊണ്ടും പരിചയം കൊണ്ടും വിശ്വാസ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കാത്ത ഒരു പുതിയ ശുശ്രൂഷകനിൽ നിഗളം ഉണ്ടാകാനുള്ള സകല സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം പൗലോസ് തിമോത്തിയോസിനോട് ഓർപ്പിക്കുകയാണ്. സാത്താൻ ചിലരെ പുറകോട്ട് വലിച്ച് വീഴ്ത്തുവാൻ ശ്രമിക്കും. അങ്ങനെ വീണില്ല എങ്കിൽ മുമ്പോട്ട് ആഞ്ഞു തള്ളും. ഏതു വിധേനയും ആയാലും ദൈവവേലയിൽ പ്രയോജനപ്പെടുന്ന ഒരു ശുശ്രൂഷനെ നിലത്ത് തള്ളിയിടുവാനായിട്ട് സാത്താൻ തന്നാൽ ആവത് പരിശ്രമിക്കും എന്നുള്ളതിന് ഈ ഭാഗത്തുള്ള അനേക അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിഗളത്തിൻ്റെ ഫലമായിട്ടാണല്ലോ അവൻ താഴെ വീണത് എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. യെശയ്യാ 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെ ലൂസിഫറിനെ സംബന്ധിച്ച് വായിക്കുമ്പോൾ ഒരു നല്ല ദൂതനായിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ, എത്ര ബുദ്ധിയിലും ജ്ഞാനത്തിലും ഒക്കെ സൃഷ്ടിക്കപ്പെട്ട ദൂതൻ വീണു പോകാനായിട്ട് കാരണം അവൻ്റെ നിഗളമാണ്. അത് പ്രവാചകൻ എസെക്കിയേലും ആ കാര്യം ഓർപ്പിക്കുന്നുണ്ട്. 28-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 19 വരെയുള്ളത്. വീണവൻ മറ്റുള്ളവരെയും വീഴ്ത്താനായിട്ട് ശ്രമിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇന്ന് സ്ഥലസഭകളിലൊക്കെ കാണുന്ന ഒരു പ്രവണതയാണ്, ഒരുത്തൻ പിന്മാറി അല്ലെങ്കിൽ ശുശ്രൂഷയിൽ നിന്ന് അല്ലെങ്കിൽ അവന് പോകാനായിട്ടുള്ളതായ ശ്രമം അവൻ നടത്തുമ്പോൾ സഭയിൽ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ മറ്റു ചിലരെയും കൂടെ ആ കലക്കത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്നതായ ഒരു സ്ഥിതി നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ആ നിലയിൽ ഇന്ന് നമ്മുടെ പല സ്ഥലങ്ങളിലുമൊക്കെ നമുക്കത് കണ്ടുവരാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പുതിയ ശിക്ഷന് അരുത്. അവൻ പെട്ടെന്ന് നെഗളിക്കും. ഇല്ലാത്തത് ലഭിച്ചു കഴിയുമ്പോൾ എന്തുണ്ട്, അവന് ആ സ്വാഭാവികമായിട്ട് നിഗളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിഗളം എല്ലാവരിലും ഉണ്ട്, എന്നാൽ പ്രത്യേകിച്ച് പുതിയ ശിക്ഷനിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പൗലോസ് തിമോത്തിയോസ് പറയുകയാണ്. പുറജാതിയിൽ നിന്ന് അനേക ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. അപ്പം ഇക്കാര്യം പ്രത്യേകിച്ച് പൗലോസിന് എഴുതേണ്ടി വന്നു. കാരണം ശരിയായ വചനം അത് പഠിപ്പിച്ച് ശുശ്രൂഷ പരിശീലിപ്പിച്ച് വിശ്വസ്തരെന്ന് ഉത്തമ ബോധ്യം വന്നാൽ മാത്രമേ ശുശ്രൂഷ ഏൽപ്പിക്കാവൂ എന്നുള്ളത് അത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ അതാൽ ചിലപ്പോൾ കാലതാമസം എടുക്കും. എൻ്റെ ജീവിതത്തിലും അനേക അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ ശുശ്രൂഷകൾക്കായിട്ട് ഒരുക്കി അവരെന്ത് ചെയ്തു, ആ വചനം ശരിയായിട്ട് ഗ്രഹിക്കാതെയും പഠിക്കാതെയും പിന്നെന്ത് ചെയ്യാണ്, അവർ അവിശ്വസ്തരായിട്ട് തീർന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, അവർ ശുശ്രൂഷ മേഖലയിൽ നിന്ന് പിന്മാറുകയാണ്. അവരെവിടെയെങ്കിലും പച്ചമേച്ചിൽ കാണുമ്പോൾ അങ്ങോട്ട് മറിയുകയാണ്, ചായുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടി ഒരു സ്ഥലത്ത് വന്നോ,
ഏതുദ്ദേശത്തിന് വേണ്ടി ദൈവം വിളിച്ചു അത് പാടെ മറന്നിട്ട് താൽക്കാലികമായിട്ടുള്ളതായ ടെമ്പററി ബ്ലെസ്സിങ്സ് അതിനുവേണ്ടി എന്ത് ചെയ്യാണ്, അതിനാരെങ്കിലും പ്രോമിസ് ചെയ്താൽ ഓടുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നാബോത്തിനോട് ചോദിച്ചു, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കി തരാമോ എന്ന് ആഹാബ് രാജാവ് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അതെ മുന്തിരിത്തോട്ടം നിനക്ക് ചീരത്തോട്ടം ഉണ്ടാക്കാൻ തരത്തില്ല. പിതാക്കന്മാരുടെ അവകാശം മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. നോക്ക്, ഒരു റോയൽ ഓഫറാണ് വന്നത്. ആരുടെ? കിങ് ആഹാബിൻ്റെ. നാബോത്ത് പറഞ്ഞു, നീ രാജാവായിരിക്കാം, എന്തായിരിക്കാനും നീ വലിയ ഓഫറാണ് തന്നതെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ അനുഗ്രഹം അവകാശത്തും ഞാൻ നിനക്ക് തരികയില്ല. അപ്പം അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് അനുഭവം ഉണ്ടാകണം, ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് കൂടുതൽ വരണം എന്നാണ് ഇവിടെ തിമോത്തിയോസ് ഓർപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വിട്ടുപോകുമ്പോഴാണല്ലോ ഈ വാക്യം വളരെ പ്രയോജനപ്പെടുന്നത്. മാനത്തോട്ടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ എന്ന് 49 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വേദപഠനം, ഗ്രന്ഥപാരായണം, ആദിയാവിയിൽ നിന്നും എന്ത് ചെയ്യണം, ജ്ഞാനം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. എന്നാൽ അനുഭവം പരിചയം കൊണ്ട് മാത്രമേ പരിജ്ഞാനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അനുഭവ പരിജ്ഞാനം ഇല്ലാത്തതായ ഇളയ ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ സുവിശേഷകന്മാർ അവരെന്ത് ചെയ്യും, അവർ പെട്ടെന്ന് മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പുതിയ ശിഷ്യൻ എന്നതിന് ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈ എന്നാണ് ശരിയായ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ ഈ നിലയിൽ ഇങ്ങനെ പെട്ടെന്ന് തഴച്ചു വളരുന്നവർ എന്ത് ചെയ്യും, അവർക്കൊരു നിഗളം ഉണ്ടാകാം. അപ്പോൾ ആ നിഗളം എന്ത് ചെയ്യണം, നമുക്ക് ഒരുപക്ഷെ വീഴ്ചയ്ക്ക് കാരണമായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. ചിലർ എന്ത് ചെയ്യണം, 1 കൊരിന്ത്യർ 13:15 വായിക്കുന്ന പോലെ പെട്ടെന്നങ്ങ് ചീർക്കും. പെട്ടെന്ന് ചീർക്കും. മാവ് നമ്മൾ അരച്ചു വയ്ക്കും, അല്ലേ? ഉഴുന്നും അരിയും കൂടെ ചേർത്ത് അരച്ചു വെച്ച് രാത്രിയിൽ വെച്ചാൽ എന്ത് ചെയ്യണം, പ്രഭാതത്തിലാകുമ്പോൾ അത് ചീർത്ത് പൊങ്ങും. അപ്പം എന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ചിലരങ്ങ് വെറുതെ ചീർത്ത് പൊങ്ങും. ആ പൊങ്ങൽ അവൻ്റെ വീഴ്ചയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. ഒരു ശരിയായ ആത്മീയ പ്രശിക്ഷണം നമുക്ക് ലഭിക്കണം. ശിഷ്യത്വം മൂലം മരുക്കം വരാത്ത ഒരു പുതിയ ശിഷ്യനെ സഭ ഏൽപ്പിച്ചാൽ ഞാൻ പ്രധാനി എന്നൊരു ചിന്ത ഉണ്ടാകും. ആകയാൽ ആദ്യം താഴ്മയുടെ പാഠമാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് ആ കാര്യം നാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. 3:1 നമ്മൾ അങ്ങനെയാണല്ലോ വായിച്ചത്, നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. അതിൻ്റെ 3:1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ ഈ കാര്യം അധ്യക്ഷന്മാരുടെ വിവിധ യോഗ്യതകളെ കുറിച്ച് പറയുമ്പോൾ ആ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാം ഈ ദിവസങ്ങളിലെല്ലാം പഠിച്ചുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് സഭ പാലകന്മാരെ സംബന്ധിച്ച് ദേശത്ത് സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയാലുള്ള നില ഗുരുതരമാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പരദേശിയാകുന്നു എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയ അബ്രഹാമിനെ കുറിച്ച് ദേശവാസികൾ പറഞ്ഞത്, നീ ഞങ്ങളുടെ ഇടയിൽ എന്താണ്, ദൈവത്തിൻ്റെ പ്രഭുവാണ്. നോക്കുക, അവൻ പറയാണ്, ഞാനൊരു ദേശാന്തര ഗമനിയായിരിക്കുന്ന ഒരാളാണ്, ഞാനൊരു പരദേശിയാണ് എന്നാണ് പറഞ്ഞത് അബ്രഹാം. അല്ലാതെ ഞാൻ വലിയ ആളാണെന്നൊന്നും, ദൈവത്തിൻ്റെ സ്നേഹിതനാണ്, ഞാൻ ദൈവത്തിൻ്റെ അടുത്തുള്ള ആളാണ്, അങ്ങനെയൊന്നുമല്ല അവൻ പറഞ്ഞത്. ഞാനൊരു പരദേശിയാണ്. അപ്പോഴാണ് ആ ഹിത്യർ പറഞ്ഞത്, നീ ആരാണ്, ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവാണ് എന്ന് പറയാനായിട്ട് ഇടയായത്. ഉൽപ്പത്തി 23:1 മുതൽ 6 വരെയുള്ള ഭാഗത്ത് തൻ്റെ സഹധർമ്മിണി സാറായി വേർപാട് സംഭവിച്ചപ്പോൾ അവളെ അടക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിനൊരു താഴ്മയുണ്ടാകാൻ ഇടയായി തീരണം. എലീശ പ്രവാചകനെ കുറിച്ച് ശൂന്യകാരത്തി തൻ്റെ ഭർത്താവിനോട് പറയുന്നത്, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വൃദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു എന്നാണ്. 2 രാജാവ് 4:9 വാക്യം. എലീശയോടൊപ്പം ഉണ്ടായിരുന്ന ഗേഹസിക്ക് ഈ സാക്ഷ്യം ലഭിച്ചില്ല. പുരുഷന്മാരെ കുറിച്ചുള്ള സ്ത്രീകളുടെ സാക്ഷ്യത്തിന് വളരെ വിലയുണ്ട്. മോവാബിയ ദേശക്കാരിയായ രൂത്ത് ബോവാസിൻ്റെ വയലിൽ വേല ചെയ്തു വരവേ ബോവസിന് അവളെക്കുറിച്ചൊരു സാക്ഷ്യം ശ്രദ്ധിക്കും. നീ ഉത്തമ സ്ത്രീ എന്ന്
എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സാക്ഷ്യം കാത്തു സൂക്ഷിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് പഠിക്കാൻ കർത്താവ് അവസരം തന്നാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് ഈ കാര്യങ്ങൾ തുടർന്ന് വിചിന്തനം ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശു പര